പാട്ടുംപാടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന് കരുതിയ UDF ഇപ്പോൾ ഭജനപ്പാട്ടും പാടി വീട്ടിലിരിക്കേണ്ട ഗതികേടിലാണ്. മല കയറി കൊള്ള നടത്തിയതാരെന്ന് ആഗോള അയ്യപ്പ ഭക്തന്മാർ തിരിച്ചറിഞ്ഞതിൻ്റെ ജാള്യത മറയ്ക്കാൻ നുണക്കഥകളുടെ തലതൊട്ടപ്പന്മാരായ ഏതാനും ചില മാധ്യമങ്ങളെ കൂടെ കൂട്ടി സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ വല്ലാത്ത കള്ളക്കഥകൾ മെനയുകയാണ് പ്രതിപക്ഷം. സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരെ രാഷ്ട്രീയ വികസന വിഷയങ്ങൾ ഉന്നയിക്കാൻ കെൽപ്പില്ലാത്ത പ്രതിപക്ഷത്തിൻ്റെ വല്ലായ്മ ആഗോള മലയാളികൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം കള്ളക്കൂട്ടങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ മുത്തശ്ശിപത്രങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ എന്ത് പേരിട്ട് വിളിക്കും? ജനങ്ങളുടെ എതിർപക്ഷത്തായ പ്രതിപക്ഷത്തേക്കാൾ കൊടും വിഷം വമിപ്പിക്കുന്ന മഹാമാധ്യമങ്ങൾ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനമല്ല, മറ്റേതോ ഏർപ്പാടാണെന്ന് മറ്റാരെക്കാളും ഭൂരിപക്ഷം മലയാളികളും തിരിച്ചറിയുന്നുണ്ട്. ശബരിമല കൊള്ളയിൽ അടിതെറ്റി വീണ പ്രതിപക്ഷത്തെ രക്ഷിച്ചെടുക്കാൻ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നുണക്കോട്ടകളുടെ അച്ചുനിരത്തുകയാണ് ഒരുപറ്റം മാധ്യമങ്ങൾ. എത്ര കള്ളവാർത്തകൾ പടച്ചാലും എത്ര കനകോലുമാർ വന്നാലും ഇളക്കി മാറ്റാവുന്നതല്ല LDF സർക്കാരിൻ്റെ ജനകീയ അടിത്തറയെന്ന് ഓരോ നിമിഷവും തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉളുപ്പില്ലാതെ നുണപ്രചാരണം നടത്തുന്ന മാധ്യമങ്ങൾക്കും വേണ്ടേ ഒരു ഓഡിറ്റിംഗ്?